9, 10, സബാഷ് 11. സബാഷ്. എന്തോന്ന് കൊച്ചേ ഇത് കണ്ടിട്ടുണ്ട് പേടിയാണ്. ഒറ്റ ആഴ്ചക്ക് ഒറ്റ സ്ട്രെച്ചിന് ഞാൻ 50 പുഷപ്പ് എടുത്തു. റിങ്കി മോളെ, നീ നാഷണൽ ലെവലിൽ കപ്പടിക്കുമ്പോ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിവിധ രാജ്യങ്ങളിൽ പോവല്ലോ, അപ്പൊ നിന്റെ കൂടെ വരുന്ന ഈ അപ്പച്ചയായിരിക്കും. നീ എവിടെ വിളിച്ചാലും ഞാൻ വരും. അതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അണ്ണാ, ചിന്നു, മണിക്കുട്ടാണ്ണ, ചിന്നു, മണിക്കുട്ടാണ്ണ. നീ ഇതെപ്പ വന്നു? രാവിലെ. അണ്ണൻ വരുന്ന കാര്യം ആരും പറഞ്ഞില്ലല്ലോ. അതിപ്പോ ഞാന് വരുന്ന കാര്യം പറയാതെ പോന്നതാണേ. ഏതായാലും നീ വന്ന ദിവസം തന്നെ എനിക്കും വരാൻ പറ്റിയല്ലോ. അതാണ് മനപ്പൊരുത്തം. മനപ്പൊരുത്തം. എത്ര ദിവസമായിരുന്നാ കണ്ടിട്ട്? ഞാനും നിന്നെ കുറിച്ച് ഓർക്കാറുണ്ട്. ഈ അടുത്ത ഒരു ദിവസം ഉണ്ടല്ലോ, ഞാൻ നിന്നെ കുറിച്ച് ഓർത്ത് കരഞ്ഞു. ശരിക്കും സത്യം, നിന്നെ പോലൊരു നല്ല പെങ്കുച്ചിന് ഇങ്ങനെ ജീവിതത്തിലൊരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്തപ്പോ സത്യമായിട്ട് ഞാൻ കരഞ്ഞു പോയി. ചിന്നു, കരയാതെ ചിന്നു, കരയാതെ. കരയല്ലേ ചിന്നു, എനിക്കിത് കാണാൻ വയ്യ. അണ്ണന്റെ മനസ്സറിയാവല്ലോ, വജ്രം പോലെ കഠിനമാണെങ്കിലും പൂ പോലെ മൃദുലവുമാണ്. മരണമാസ് ഡയലോഗ്. മൂട് കളഞ്ഞൻ. അല്ല, നമ്മളിപ്പോ ഇവിടെ എന്തോന്നാണ് കണ്ടത്? വല്ലാത്തൊരു രംഗമായി പോയേട്ടാ. അളിയനിപ്പോ വന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനേ വല്ലാതെ സെന്റിമെന്റലായി പോയി. മതി സെന്റിമെന്റൽസ് മതി. അണ്ണനൊരു ഫോൺ പോലും ഇല്ലാത്തോണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുന്നല്ലോ. അയ്യോ, അതേലും ഒരെണ്ണം എനിക്കുണ്ട്. കേടായിപ്പോയി, നന്നാക്കാൻ കൊടുത്തേക്കുക. ഇനിയിപ്പൊ അത് കിട്ടാത്ത എന്റെ കുറവാണ്. അതല്ല ഞാൻ ആലോചിക്കുന്നത്, ഇത്രയും നേരം കളിയും ചിരിയും ബഹളമായിട്ട് നടന്ന പെണ്ണാണ്. പക്ഷെ മണിക്കുട്ടൻ ചേട്ടനെ കണ്ടപ്പോ ആളാകെ അങ്ങ് മാറിപ്പോയി. അതാണ് ഞങ്ങള് തമ്മിലുള്ള ഒരിത്. ഇനി മണി ഇറങ്ങി പോകച്ചേ. നിന്റെ ചേട്ട ഇപ്പം പറഞ്ഞില്ലേ നമ്മൾ തമ്മിലുള്ള ഒരു ഇതെന്ന്. അതേത് ഇത്? മറ്റേതാ? ഏത് മറ്റേത്? ഒരിതില്ലേ അത്? എന്തരടി ഏത്? നമ്മൾ തമ്മിൽ ഒരു ഇതുണ്ട്, അതുപോലെ അവര് തമ്മിൽ ഒരു ഇതുണ്ടാവും. നീ എന്തരടി പറയണത്? ഇങ്ങനെയൊക്കെ ഉണ്ട് പല കാര്യങ്ങളും, ഇതും അതും ഒക്കെ ആയിട്ട്. നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ഒരിത് ഏത്? ഒരിതാ? കയറി വാ. അതെ, കുറെ തവണയായിട്ട് നീ എന്നോട് പറയുന്നുണ്ടല്ലോ ഏതാണ്ട് പറയാനുണ്ടെന്ന്. എന്താ കാര്യം? എന്തോ പറ്റി? ആരെങ്കിലേ ഉണ്ടാ നോക്കട്ടെ. ഇല്ല. അതെ, ഞാൻ പലതവണ പിള്ളേരുമായിട്ട് സംസാരിച്ച് അവർക്കൊക്കെയും താല്പര്യമുണ്ട്. അവർക്കെല്ലാം താല്പര്യമാ. നമുക്ക് വിട്ടാലോ? പക്ഷെ അളിയൻ സമ്മതിക്കത്തില്ല. മണിച്ചേച്ചിക്ക് ഒരു പ്രശ്നമില്ല, അവള് ചോദിക്കുമ്പോഴേ സമ്മതം മൂടും. അവൾക്ക് പണ്ട് പോലെ താല്പര്യമാ. നമുക്ക് പോവാം. അതെ, നമുക്ക് പുലിനട വീട്ടിൽ ചെന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ടൂറിന് പോകാം. നമ്മള് പൊളിക്കുന്നു. ഒരു കാരണവശാലേ എന്റെ ആ പുഴുങ്ങൻ അളിയനുണ്ടല്ലോ, അയാൾ ഇത് അറിയരുത്. നമ്മൾ ഈ ടൂർ പ്ലാൻ ചെയ്യുന്ന രവിയാണ് അറിയരുത്. അത് ഞാൻ ഏറ്റു. എപ്പോഴാണ് നമ്മൾ പോകുന്ന? എടി, അതേ എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആണോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, സമയം എടുത്ത് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, നമുക്ക് പോവാം. ഇതെന്ന് പറഞ്ഞാലേ അങ്ങനെ ചാടിത്തുള്ളി എടുക്കേണ്ട ഒരു തീരുമാനമല്ല, വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനം. അതിനൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാം. എടിയാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ടൂറിന് പോകണം, എന്നാലേ നമ്മുടെ ജീവിതത്തിന് ഒരു സുഖം വരൂ. അണ്ണ ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും സന്തോഷം. അളിയനെന്ത് ഇവിടെ ഒളിച്ചിരിക്കുന്നേ? അല്ല, ഒളിച്ചു നിൽക്കുന്ന അളിയനെ? ഒളിച്ചിരിക്കുന്നല്ല, ഇവിടെ കണ്ടില്ലേ, കംപ്ലീറ്റ് വലയും ചെലന്തി വലയും പൊടിയൊക്കെ. അപ്പൊ ഞാൻ അതൊക്കെ തൂത്ത് കളയാന്ന് വിചാരിച്ചു. അളിയൻ ഈ ഒളിഞ്ഞു നോട്ട സ്വഭാവം ഉണ്ടല്ലേ? ഹേയ്, അങ്ങനെയല്ല ചിന്നു. ഞാനിത് വലയൊക്കെ അടിച്ചു കളയാന്ന്. പിള്ളേരത്തൊക്കെ എപ്പോഴും പറയും, കേൾക്കത്തില്ല. പിന്നെ അളിയനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
എന്താണ് അതെ, കേട്ട് കഴിഞ്ഞാൽ അളിയനെ സമ്മതിക്കണം. സമ്മതോ? എന്റെയോ? പുലിനട വീട്ടിലെ മണിക്കൂട്ട ഒരു തീരുമാനമെടുത്ത ചങ്കുറപ്പോടെ നടത്തുന്ന ആളല്ലേ. അപ്പൊ പിന്നെ എന്റെ സമ്മതത്തിന് വല്ല കാര്യമുണ്ടോ അവിടെ? അണ്ണാ, നമ്മൾ ഇവിടുന്നേ എല്ലാവരും കൂടി പുലിനട വീട്ടിൽ പോകുന്നു. അവിടെ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നു എല്ലാവരും കൂടി. അതാണ് പറഞ്ഞോണ്ട് അണ്ണന് പ്രാന്താണ്. അതായിരുന്നോ? അളിയനെന്താ ഇങ്ങനെ? അല്ല, ഞാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കേട്ടു. പോകുന്നുണ്ടോ ഇപ്പൊ? എപ്പോഴാണ്? അല്ല, അതൊക്കെ ഡേറ്റ് നമുക്ക് തീരുമാനിക്കാം. അപ്പം പോവാലോ. പിന്നെ അപ്പൊ അളിയന് സമ്മതം തന്നെ. പിന്നെ എന്നാ കാര്യം നടക്കട്ടെ. അല്ല, ചുക്കിലി അടിക്കണ്ടേ? അത് പിന്നെ അടിക്കാം. ശരിയാത്തില്ല, അത് അടിച്ചിട്ടളിയും പോയാ. ഇത് പിള്ളേരത്ത് പറഞ്ഞാൽ അല്ലല്ല, പിള്ളേര് ചെയ്ത മണി വിളിക്കുന്നു. വിളിച്ചില്ല. ഇല്ല, മണി വിളിച്ചു. മണി ഒളിഞ്ഞു കേട്ടാ കേട്ടോ പോയാ. ഉരുളയ്ക്ക് പേര്